നമസ്കാരം. എത്ര കണ്ട് മുന്നോട്ട് പോയാലും ഇന്നും ശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. പ്രേതസങ്കല്പം അത്തരത്തിൽപ്പെട്ട ഒന്നാണ്. രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വീട്ടിൽ തനിച്ചാകുന്ന അവസരത്തിൽ കേൾക്കുന്ന ചില ശബ്ദങ്ങൾ പണ്ട് കഥകളിൽ കേട്ടിട്ടുള്ള പ്രേതമാണോ എന്ന തോന്നലുകൾ ജനിപ്പിക്കും. എത്ര പേടിയില്ലെന്ന് പുറമെ പറയുന്നവരുടെയും ഹൃദയമിടിപ്പ് ഒരു നിമിഷമെങ്കിലും കൂട്ടാൻ ഈ സംഭവങ്ങളൊക്കെ ധാരാളം. ഭൂമിയിൽ ജീവിച്ച് ആഗ്രഹം തീരാതെ മരിക്കുന്നവരുടെ ആത്മാക്കളാണ് പ്രേതമായി അലഞ്ഞു തിരിയുന്നതെന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ശരിക്കും ഈ പ്രേതമെന്ന സംഗതി ഉണ്ടോ? ഉത്തരം ഉണ്ട് എന്നായാലും ഇല്ലെന്നായാലും ദുരൂഹത മാത്രം ബാക്കിയാണ്. ഭയത്തിൻ്റെ അണക്കെട്ട് തുറന്നുവിടുന്ന പ്രേതത്തെ ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും നിരീക്ഷിച്ചാൽ കെട്ടുകഥകളോ മനസ്സിൻ്റെ സൃഷ്ടിയോ മറ്റു ചിലപ്പോൾ ശരീരപരമായ കാരണങ്ങളോ ആയിരിക്കും. പക്ഷേ പ്രേതങ്ങളും യക്ഷികളും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളറകളിൽ എവിടെയോ അവശേഷിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇത്തരം പ്രേതസങ്കല്പങ്ങളുണ്ട്. അത്തരത്തിൽ ചില സ്ഥലങ്ങൾ പോലുമുണ്ട്. അമേരിക്കയിലെ അലബാമ സ്റ്റേറ്റിലെ ഹൺസ്വില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാർക്ക്സൈഡ് ചിൽഡ്രൻസ് പ്ലേഗ്രൗണ്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും അതിൻ്റെ സ്ഥാനവും കാരണം കുട്ടികളെക്കാൾ കൂടുതൽ പ്രേതബാധക്കാരെയാണ് ഇവിടെ കാണുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാർക്കിലെ ആധുനിക ഊഞ്ഞാലുകളും ക്ലൈംബിംഗ് ഉപകരണങ്ങളും എല്ലാം മറ്റ് കുട്ടികളുടെ പാർക്കുകളെ പോലെ തന്നെയാണ്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി അല്പം അകലെയാണ് ഈ പാർക്ക്. ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന വിനോദസഞ്ചാരികളിൽ പലരും ഇവിടെ വച്ച് കുട്ടികളുടെ കളി ഉപകരണങ്ങൾ തനിയെ ചലിക്കുന്നതായി കണ്ടതായും ചിലപ്പോഴൊക്കെ പ്രേതരൂപങ്ങളെ തന്നെയും കണ്ടതായും നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേപ്പിൾ ഹിൽ സെമിത്തേരി എന്നറിയപ്പെടുന്ന ഒരു ശ്മശാനത്തോട് ചേർന്നാണ് കുട്ടികളുടെ ഈ കളിസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സെമിത്തേരിയിൽ അടക്കിയിരിക്കുന്നവരിൽ ഏറെയും സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് മരിച്ചവരാണ്. 3 വശങ്ങളും ചുണ്ണാമ്പ് കല്ല് ഗുഹകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തിന് നടുവിലാണ് സെമിത്തേരിയുടെ സ്ഥാനം. 1918 പടർന്നു പിടിച്ച സ്പാനിഷ് ഫ്ലൂവിൽ മരിച്ചു വീണ ഹൺസ്വില്ലയിലെ കുട്ടികളെ ഇവിടെ കൂട്ടത്തോടെ അടക്കം ചെയ്യുകയായിരുന്നു. ഇതിന് ഏറ്റവും അടുത്താണ് പിന്നീട് കുട്ടികളുടെ കളിസ്ഥലം സ്ഥാപിച്ചത്. മഹാമാരിയിൽ മരിച്ചു വീണ നിരവധി കുട്ടികളുടെ ആത്മാക്കൾ രാത്രിയിൽ ഈ കളിസ്ഥലത്തേക്ക് എത്തുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. രാത്രി 10 മണി മുതൽ പുലർച്ചെ 3 മണി വരെയാണ് പ്രേതബാധ സമയമെന്നും പ്രദേശവാസികൾ പറയുന്നു. വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ആരും ഈ പരിസരത്ത് കൂടി സഞ്ചരിക്കാറില്ല. ലോകമെമ്പാടും വ്യാപിച്ച 1918 മഹാമാരി ഹൺസ്വില്ലിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ലോകമെമ്പാടും ഇത് 50 ദശലക്ഷം ആളുകളുടെ ജീവനാണ് അപഹരിച്ചെടുത്തത്. വെബ് ഡെസ്ക് 10 ന്യൂസ്.